നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷയെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ പരീക്ഷ സമയത്ത് വ്യായാമം ചെയ്യുന്ന പിള്ളേർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വിഷയം ഇവിടെ ഒന്നിരുന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട്, പരീക്ഷ സമയത്ത് പിള്ളേർ ജിമ്മിൽ പോയാൽ പഠിത്തത്തെ ബാധിക്കുമെന്നും അല്ലെങ്കിൽ പരീക്ഷയെ ബാധിക്കുമെന്നൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട്. എല്ലാ രക്ഷകർത്താക്കൾക്കും ഉണ്ടാകുന്ന ഒരു ധാരണയാണ്. ആ ധാരണ ഒന്ന് മാറ്റാനാണ് ഞാൻ ഇന്ന് ആ വിഷയം എടുത്തിട്ടത്. കാരണം ഉടനെ പരീക്ഷ നടക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വ്യായാമം എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ചെറിയൊരു കാര്യമൊന്നുമല്ല. വ്യായാമം ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പോയതുകൊണ്ട്, പരീക്ഷ സമയത്ത് വ്യായാമം ചെയ്യാൻ പോയതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് പഠിത്തത്തെ ശ്രദ്ധിക്കാതിരിക്കാനോ ഇല്ലെങ്കിൽ മാർക്ക് കുറയാനോ ഒരു ചാൻസും ഇല്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഒരു കാരണവശാലും പരീക്ഷ സമയത്ത് പിള്ളേരെ വ്യായാമത്തിൽ നിന്നും പിന്തിരിപ്പിക്കരുത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ സമയം കൂടി ഇരുന്ന് പഠിക്കട്ടെ എന്നായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും ടി വി കാണരുത്, സിനിമയ്ക്ക് പോകരുത്, കൂട്ടുകാരോട് കൂടി ഒരിടത്തും പോകരുത്, ബൈക്കെടുത്ത് കറങ്ങരുത്, പരീക്ഷയാണ്. അതിനോടൊപ്പം നിങ്ങൾ പറയും ജിമ്മിലും പോകരുത് എന്ന് പറയും. പക്ഷേ ബാക്കിയെല്ലാം ഒരു പക്ഷേ അനുസരണക്കേട് കാണിക്കും. ഈ ജിമ്മിൽ പോകരുത് എന്ന് പറഞ്ഞത് അവൻ അനുസരിക്കും. കാരണം അവനും അച്ഛനും അമ്മയും പറഞ്ഞില്ല ജിമ്മിൽ പോകണ്ടെന്ന്, എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി അവരും കാത്തിരിക്കുക. അവർക്കും ജിമ്മിൽ പോകണമെന്ന് തോന്നത്തില്ല, പോകാതെ തന്നെ ഇരിക്കും. എന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാനും ശ്രമിക്കും. അതിന് വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉള്ള രക്ഷകർത്താക്കൾക്ക് വേണ്ടിയാണ് ഞാനിന്ന് അങ്ങനെ പറഞ്ഞ് മക്കളെ മാറ്റി നിർത്തുന്ന രക്ഷകർത്താക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രോഗ്രാം ഇപ്പം ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പല പിള്ളേരോടും ചോദിക്കും, എടാ നീനെ കഴിഞ്ഞ മാസം കണ്ടില്ലല്ലോ, എന്ത് പറ്റി? അത് സാറേ അമ്മയും അച്ഛനും പറഞ്ഞു ജിമ്മിൽ പോകണ്ടെന്ന്, പരീക്ഷ സമയത്ത് പോകണ്ട. അപ്പം ഞാൻ ചോദിക്കും, എന്താ പരീക്ഷയ്ക്ക് ജിമ്മിൽ വന്ന് എന്താ കുഴപ്പം? അല്പം വ്യായാമം ചെയ്ത് എന്താണ് കുഴപ്പം? നിങ്ങൾ പഠിച്ചത് എന്താ മറന്നു പോകുമോ? അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയും? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അച്ഛനമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ എന്താ? ഇവിടെ ജിമ്മിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ വേറെ എന്തെങ്കിലും സംഭവമാണ് നടക്കുന്നത്? വ്യായാമം ഇല്ലേ നടക്കുന്നത്? വ്യായാമത്തെ പറ്റി എന്താണ് നിങ്ങൾ അച്ഛനമ്മ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? അത് അച്ഛനമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മ അവിടെ വ്യായാമം ചെയ്യുന്നിടത്ത് വേറെ ഒരു പ്രശ്നമല്ല, ഞാൻ പഠിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വ്യായാമം ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് പഠിച്ചതെന്ന് മറന്നു പോകുന്നതല്ല എന്നവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ചോദിക്കുന്നു, ഇനി അമ്മയച്ഛനും പറഞ്ഞ് അനുസരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അനുസരണക്കേട് കാണിക്കണ്ട. പക്ഷേ നീ ജിമ്മിൽ പോകാതല്ലാതെ വേറെ എന്താണ് നീ അച്ഛനമ്മയും പറഞ്ഞ് അനുസരിച്ചത്? സിനിമയ്ക്ക് പോയില്ലേ? നീ കറങ്ങാൻ പോയില്ലേ? നീ മൊബൈലിൽ കളിച്ചില്ലേ? നീ എന്തെല്ലാം ചെയ്ത്? നീ പിള്ളേരായിട്ട് സിനിമ കാണാൻ പോയില്ലേ കൂട്ടുകാരായിട്ട്? അപ്പോൾ എല്ലാം ചെയ്തു. പക്ഷേ നീ ഒഴിവാക്കിയത് എന്താണ്? വ്യായാമം മാത്രം. വ്യായാമം എന്ന് പറയുന്നത് എല്ലാ സംഭവവും കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളൊരു രീതിയല്ല വ്യായാമം. വ്യായാമത്തിന് കുറച്ച് പ്രാധാന്യം കൊടുക്കണം. വിദ്യാഭ്യാസവും വ്യായാമവും ഒരുമിച്ച് കൊണ്ടുപോകണം. അതാണ് ഒരു മനുഷ്യന് ആവശ്യം. നിങ്ങളുടെ തലമുറയ്ക്ക് ഏറ്റവും ബെറ്റർ അതാ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് മറ്റ് ആക്ടിവിറ്റികളൊന്നുമില്ല. അപ്പോൾ വ്യായാമം, ആ വ്യായാമം ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത്. വ്യായാമവും വിദ്യാഭ്യാസത്തിനും ഒരുപോലെ തുല്യത ഉണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിന് ഒരു അല്പം ഞാൻ മുൻതൂക്കം കൊടുക്കും. കാരണം വിദ്യാഭ്യാസമുള്ള ഒരാളിന് നല്ല ഒരു ബോഡി ഉള്ളത് നല്ലതാണ്. ബോഡിയുള്ള ഒരാളിന്, നല്ല ആരോഗ്യമുള്ള ഒരാളിന് വിദ്യാഭ്യാസം ഉള്ളത് നല്ലതാണ്. എന്നാൽ വിദ്യാഭ്യാസത്തിന് ഒരല്പം മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ അച്ഛനമ്മമാർ വിചാരിക്കുന്നത് വെച്ചാൽ പിള്ളേരെ വീട്ടിലടച്ചിട്ട് പഠിപ്പിക്കാം, അവനെ ആ ജിമ്മിൽ പോകുന്ന സമയം കൂടെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും വീട്ടിൽ അടച്ചിടുന്നത്. സംഭവം ശരി തന്നെ. അവർ നേരെ നമ്മൾ നോക്കുമ്പോൾ അവർ കഥ കടച്ച് ആ റൂമിനകത്ത് തന്നെയാണോ ഉണ്ട്. പക്ഷേ റൂമിനുള്ളിൽ കയറിയിട്ട് അവർ എന്താണ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. അവരെന്താണ് ചെയ്യുന്നത്? അവരെ സ്വന്തം ശരീരവും നോക്കി, കണ്ണാടിയിൽ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കി, ഇന്നലെ 2 ദിവസമായി ജിമ്മിൽ പോയിട്ട്, അല്ലെങ്കിൽ 3 ദിവസമായി, അല്ലെങ്കിൽ ഒരാഴ്ചയായി ജിമ്മിൽ പോയിട്ട് അച്ഛനമ്മയും പറഞ്ഞതിൻ്റെ പേരിൽ പോകാനും പറ്റുന്നില്ല, എനിക്കും ഒരു മടി പിടിച്ചു, ഇനി എൻ്റെ ശരീരവും പോയി, ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ അവലാതിയിൽ അവരങ്ങ് നടക്കും. ആ അവിടെയൊക്കെ കമന്ന് നടന്ന് മൊബൈലിൽ നോക്കി, മറ്റുള്ളവർ വർക്കൗട്ട് ചെയ്യണത് ശ്രദ്ധിച്ച് യൂട്യൂബിലൊക്കെ നോക്കി, കണ്ട് അതിൽ നോക്കി, പിന്നെ എഴുന്നേറ്റ് നിന്ന് അവൻ ഇഷ്ടപ്പെട്ട് ഇട്ടുകൊണ്ട് നടന്ന ഒരു ടീഷർട്ട് എടുത്തിടും. അത് മുൻപിട്ടുകൊണ്ട് നടന്ന അത്രയും പമ്പിങ് അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് അവൻ പിന്നെ അത് ഊരിയിടും. പിന്നെ തിരിഞ്ഞ് വേറെ ഷർട്ട് എടുത്തിടും. പിന്നെ അങ്ങനെ അവൻ്റെ ആ വ്യായാമം ചെയ്യാത്തതിൻ്റെ ഒരു മനപ്രയാസം അവിടെ ഇങ്ങനെ കാണിച്ച് അവൻ ആ സമയത്ത് എന്തായാലും പഠിക്കാൻ പോകുന്നില്ല, പഠിക്കത്തില്ല. അവൻ്റെ മനസ്സിൽ ആ സമയത്ത് ഇങ്ങനെ വ്യായാമം ചെയ്യണം, കൂട്ടുകാരൊത്ത് നിർത്തി മസിൽ നാളെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത്തിരി അടിച്ച് പെരുക്കി പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളവന് വിലക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പയ്യൻ ഒരു കാരണവശാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ
അതിനുള്ളിൽ കയറി കുറച്ചുകൂടി പഠിച്ച് അതിൻ്റെ പേരിൽ കുറച്ച് മാർക്ക് വാങ്ങിക്കുമെന്ന് ഒരു കാരണവശാലും ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ അത് ഉണ്ടാകത്തില്ല ഞാൻ പറയുന്നു. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുൻ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുൻ കാലങ്ങളിൽ അവനിങ്ങനെ വ്യായാമം ചെയ്തിട്ട് വന്ന് കിടന്ന് ഇങ്ങനെ ഈ ബുക്കിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പുസ്തകത്തിന് മുമ്പിലിരിക്കുമ്പോൾ ഇവ ഉറങ്ങുന്ന ഒക്കെ ക്ഷീണവും ഒരു ഉറക്കമോ ക്ഷീണമൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ഇനി നീ പരീക്ഷ കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയാൽ മതി എന്ന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ജിമ്മിൽ ചെയ്യാവുന്ന ഒരു പയ്യനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പരീക്ഷ സമയത്ത് ചെയ്യേണ്ട വ്യായാമ രീതി പരീക്ഷയ്ക്ക് മുൻപ് അല്ലെങ്കിൽ പരീക്ഷ നടക്കാത്ത കാലത്ത് ആ രീതിയിലായിരിക്കരുത് പരീക്ഷ സമയത്ത് വ്യായാമം ചെയ്യേണ്ടത്. ജിമ്മിൽ പോകുന്ന നാളെ പരീക്ഷയാണ്, അന്ന് വൈകുന്നേരം രാവിലെ ജിമ്മിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ജിമ്മിൽ പോയി അന്ന് തന്നെയാണ് പരീക്ഷ. മാസ്റ്റർ ചെന്ന് പറയേണ്ട ഒരു കാര്യം, പക്ഷേ എനിക്കിന്ന് പരീക്ഷയാണ് അല്ലെങ്കിൽ എനിക്ക് നാളെ പരീക്ഷയാണ്, എനിക്ക് അതനുസരിച്ചുള്ള ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു വർക്കൗട്ട് പറഞ്ഞു തരണം. തീർച്ചയായിട്ടും അയാൾ പറയും ഒരു കാര്യം ചെയ്യും, നീ കുറച്ച് ഫ്രീ ഹാൻഡ് എക്സസൈസ് ചെയ്തിട്ട് ലൈറ്റായിട്ട് ഒരു ഓൾ ബോഡി നിനക്ക് എന്താണ് ഇഷ്ടം, നിൻ്റെ ശരീരത്തിൽ നിനക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിനക്ക് ഇഷ്ടം തോന്നുന്ന ഒരു പാർട്സ് എന്തായാലും നിനക്കുണ്ടാകും. വിങ്സ് ചെസ്റ്റ് ആവാം, ഷോൾഡർ ആവാം, ബൈസെപ്സ് ആവാം, ട്രൈസെപ്സ് ആവാം, മറ്റ് വിങ്സിനും ആയിരിക്കാം. പിന്നെ ലെഗിന് ഒരു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ലെഗിന് പരീക്ഷ സമയത്ത് അധികം ചെയ്യാതിരിക്കുന്നതാണ്. കാരണം കൂടുതൽ ലെഗിന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ ലെഗ് ഐറ്റം ഒന്ന് മാറ്റി വരുത്തി, അതെന്ന് വെച്ചാൽ സിറ്റപ്സ് ഒന്നും ചെയ്യാതിരിക്കരുത്, സിറ്റപ്സ് ചെയ്യാൻ വേണം, കാലിന് ചെറിയ വ്യായാമം കൊടുക്കുക, അത് അത്യാവശ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസിലിന് ഒരു ഓൾ ബോഡി വർക്കൗട്ട് എല്ലാത്തിനും ഒന്ന് അനക്കി ഒരു 2 സെറ്റ്, ചെസ്റ്റിന് ഒരു 2 സെറ്റ്, ബൈസെപ്സ് 2 സെറ്റ്, ഷോൾഡർ 2 സെറ്റ്, ട്രൈസെപ്പ് എല്ലാം ഈ രണ്ടും ഓരോ സെറ്റ് വീതം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജിമ്മിൽ പോയതിൻ്റെ പേരിൽ ഒരു ക്ഷീണവും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ചിട്ട് പഠിക്കാനിരുന്ന നന്നായിട്ട് പഠിക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് ഒരു ക്ഷീണമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രയാസവുമില്ല. ഈ പറഞ്ഞ പോലെ ജിമ്മിൽ പോയില്ല എന്നുള്ളൊരു ഒരു മനപ്രയാസം നിങ്ങൾക്ക് ഉണ്ടാവില്ല. പരീക്ഷയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ ആ സമയത്ത് വ്യായാമം ചെയ്ത് ഫ്രഷായി ഭക്ഷണം കഴിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന ആ പയ്യന് നല്ല രീതിയിൽ പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇതുപോലെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഒരു കാരണവശാലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞ് പിള്ളേരെ ഈ പരീക്ഷ സമയത്ത് വീട്ടിലിരുത്താൻ ശ്രമിക്കരുത്. അവരെ വ്യായാമം ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ ലൈറ്റായിട്ട് ഒരു 15 അല്ലെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ ഒരു കാരണവശാലും ജിമ്മിൽ ചിലവഴിക്കാതെ ലൈറ്റായിട്ട് ചെയ്ത് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ സുഖമായിട്ട് വീട്ടിൽ ചെന്ന് അടുത്ത് പഠിക്കാനിരിക്കുക. അത് പഠിക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു കാരണവശാലും പിള്ളേരെ പരീക്ഷ സമയത്ത് ജിമ്മിൽ വിടാതിരിക്കരുത്. എല്ലാ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കണമെന്ന് ഞാൻ താഴ്മയായിട്ടൊരു അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ അർപ്പിക്കുകയാണ്. ഈ സമയത്ത് ആഹാരത്തിൻ്റെ കാര്യം അത് മാത്രമല്ല, ജിമ്മിൽ പോകാൻ ഒക്കാത്തവർക്ക് അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാൻ എത്ര സമയം എടുക്കേണ്ടി വരുമെന്ന് പറയുമോ? ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റിയില്ല, കുഴപ്പമില്ല. ജിമ്മിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒട്ടും വിടുന്നില്ല എന്ന് തോന്നുന്നതിന് തീർച്ചയായിട്ടും ഇപ്പം നമ്മളെ യൂട്യൂബിൽ ഇത് കുറച്ച് എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടല്ലോ. സിറ്റപ്സ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കസർത്ത് ചെയ്തിട്ടുണ്ട്, ഫ്രീ ഹാൻഡ് എക്സസൈസ് ഉണ്ട്, കാർഡിയോ എക്സസൈസ് ഉണ്ട്. ഇതൊക്കെ വീട്ടിൽ ചെയ്താലും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെയ്യാതിരിക്കുന്നേക്കാൾ നല്ല ഏറ്റവും സുഖമാണ്. ഇത്രയും വ്യായാമം ചെയ്താലും മതി, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അഥവാ ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ എന്നാലും ഞാൻ പറയുന്നത് വ്യായാമം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. വ്യായാമം എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മൂഡൗട്ട് ഉണ്ടോ എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. വ്യായാമത്തിൻ്റെ ആ പ്രാധാന്യം നിങ്ങൾക്ക് ചെയ്യുന്നവർക്കറിയാം. അത് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യുക. അതുപോലെ ഭക്ഷണം വലിച്ചു വാരി കഴിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റ് ചെയ്ത് കഴിക്കുക. നല്ല ആഹാരം എന്ന് വെച്ചാൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കുക. അതനുസരിച്ച് നിങ്ങൾ ഇപ്പം തന്നെ നമ്മളിന്ന് ലൈറ്റായിട്ടാണ് ഫ്രീ ഹാൻഡ് എക്സസൈസാണ് വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ഹെവി ഫുഡിൻ്റെ ഒരു ആവശ്യമില്ല. ലൈറ്റായിട്ട് ആ ഫുഡ് കഴിക്കുക, നന്നായിട്ട് കുളിച്ച് ഫ്രഷായി നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഒരു പ്രശ്നമില്ല. പരീക്ഷയ്ക്ക് എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾ ഈ പ്രാവശ്യം വാങ്ങിക്കുകയും ചെയ്യും. പരീക്ഷയ്ക്ക് നല്ല വിജയം നിങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യും. ഒന്നാമത്തെ ഈ ഓർമ്മക്കുറവുള്ള കുട്ടികൾ അല്ലെങ്കിൽ പരീക്ഷ പേടിയുള്ളവർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും എക്സസൈസ് പറയാൻ പറ്റുമോ? മനസ്സ് ഫ്രീ ഇപ്പം നിങ്ങൾക്ക് ഒരു മറവി, ചിലർക്ക് ഒരു മൂഡ് ഔട്ട്. ഈ മൂഡ് ഔട്ടാണ് എല്ലാത്തിനും കാരണം ഈ മൂഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ നമുക്കൊരു മൂഡ് ഔട്ട് ഉണ്ടാകും. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടാതിരിക്കുമ്പോൾ ഒരു മൂഡ് ഔട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇന്ന് പരീക്ഷയാണ്, നല്ല ഒരു മൂഡില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് എന്തെങ്കിലും ഒരു വ്യായാമം, എന്തെങ്കിലും ആക്ടിവിറ്റി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക.
വെറുതെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കാലും നിവർത്തിയും അങ്ങോട്ട് തിരിഞ്ഞും ഓട്ടമായിട്ടും ഇങ്ങനെ ഈ വായ തുറന്നും ഒക്കെ വിട്ട് ഇരിക്കുന്നേക്കാൾ നല്ലത് എന്തെങ്കിലും ഒരു വ്യായാമം എന്ന് പറയുമ്പം എല്ലാവർക്കും വന്ന് 100 കിലോ ചെയ്യണം, അതല്ല വ്യായാമം. നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഹാളിൽ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള റൂമിനകത്ത് ഒരു ഇപ്പോൾ മൊബൈലിലൊക്കെ മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ, മ്യൂസിക്കൊക്കെ ഇട്ട് നിങ്ങൾക്ക് നന്നായിട്ട് വ്യായാമം ചെയ്യുന്നേ ഉള്ളൂ. അതോടെ നിങ്ങളുടെ ആ മൂടൗട്ടങ്ങ് മാറും. ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ജിമ്മിൽ പോയി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾ ലൈറ്റായിട്ട് നിങ്ങൾക്ക് പോയി വർക്കൗട്ട് ചെയ്യാം. ലൈറ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ദോഷവുമില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല മൂടായിരിക്കും. അതിന് അത് സംശയം ഒരു പ്രാവശ്യം ഇല്ലെങ്കിൽ സംശയിച്ചു വേണമെങ്കിൽ നിങ്ങൾ ഈ പ്രാവശ്യം പോയി നോക്ക്. ഞാനിപ്പോൾ എന്തായാലും പറയാം, കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് പറയാനൊന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഞാനിത് പറയുന്നുണ്ടല്ലോ, നിങ്ങളെന്നെ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പരീക്ഷയ്ക്ക് പോയി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്ന്. നല്ല വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട. വ്യായാമം എന്ന് പറഞ്ഞത് എല്ലാം അങ്ങ് ഒഴിവാക്കി ചെയ്തിട്ടും ലാസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമല്ല വ്യായാമം. വ്യായാമത്തിന് വിദ്യാഭ്യാസത്തെ പോലെ നല്ല പ്രാധാന്യം കൊടുക്കണം. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും, അതിന് സംശയം വേണ്ട.